ഇതോടുകൂടി നാശങ്ങൾ കുത്തുപാളി എടുക്കണേ. കരുവന്നൂരിൽ CPM-നെതിരെ ED നീക്കത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് മറുപടി പറയാതെ മുഖ്യമന്ത്രി. സമയം അവസാനിച്ചു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനം മതിയാക്കി മടങ്ങി. പറയടാ, നിനക്കെങ്ങനെ അതിന് ധൈര്യം വന്നു? ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് ഓടിത്തള്ളുന്ന ഇരട്ടച്ചങ്കൻ പേപ്പറിൽ എഴുതിച്ചുകൊണ്ട് വന്നത് തീർന്നാൽ പിന്നെ വാ തുറക്കില്ലെന്നറിയില്ലേ? ആരവിടെ? മൈക്ക് ഓഫ് ആക്കി മുങ്ങാൻ രായവീഥി ഒരുക്കൂ. ഞാൻ ആദ്യമേ പറഞ്ഞു 10 മണി വരെയാണ്. ഒറ്റ കാര്യമില്ല, ഞാൻ പറഞ്ഞു 10 മണി വരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത്. ഇനി നിങ്ങളല്ലെങ്കിലും തസ്കര ലക്ഷണ ശാസ്ത്രത്തിന് പിഴക്കില്ല. കണ്ടില്ലേ ഒരു മുന്തിയ ഉദാഹരണം. സമയം അവസാനിക്കാറായി എന്ന് സ്വയം ബോധ്യമായ സ്ഥിതിക്ക് ചോദ്യങ്ങളിൽ നിന്ന് എവിടെ വരെ ഓടിയൊളിക്കാനാവും എന്നുകൂടി ചിന്തിക്കുന്നത് അഭികാമ്യമാണ്. എനിക്ക് മരിക്കണം. അനിയന്റെ പ്രശ്നം എന്താന്ന് പറഞ്ഞാൽ ഞങ്ങൾ സോൾവ് ചെയ്യാം. ആർക്കും സോൾവ് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മരിച്ചേ പറ്റൂ. പ്ലീസ് എന്നെ വിടാൻ. എന്തു തന്നെ ആയാലും സമയനിഷ്ഠ ഇത്രയും കാര്യക്ഷമമായി ആചരിക്കുന്ന ഈ മഹത് വ്യക്തിയെ നമ്മുടെ അടുത്ത റോക്കറ്റ് വിക്ഷേപണം ഏൽപ്പിച്ചാൽ ഉത്തമമായിരിക്കും. നിങ്ങളെ പോലെയുള്ളവരെ ഞാൻ വേറെ കാണും. അപ്പൊ ഞാൻ പറഞ്ഞോളാം, ഇപ്പൊ നമ്മൾ അവസാനിപ്പിക്കുക. മൗനം ആർക്കൊക്കെ ഭൂഷണമാകാം എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ തിരുത്തലുകൾ സംഭവിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. കണ്ടവരെ കുറ്റം പറയാൻ ഒരു കുരുവുമില്ലാത്ത ചിലർ കരുവന്നൂരെന്ന് കേൾക്കുമ്പോൾ നിശബ്ദരാകുന്ന കാഴ്ച. സ്വയം കാട്ടുന്ന കന്നന്തിരിവുകളിൽ മാത്രം നിലപാട് നഷ്ടമാകുന്ന കാഴ്ച. നിങ്ങൾക്ക് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം. ഞാൻ പറയുന്നതെന്ന് നേരത്തെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ 10 മണിക്ക് അവസാനിക്കും. നിങ്ങൾ എല്ലാം വാച്ചും 10 മണിയായിട്ടുണ്ട്. അത് നോക്കോ. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പിന്നീട്. അമേരിക്കയ്ക്ക് ഉടൻ മടങ്ങും. ഇവിടത്തെ സ്ഥിതിയും കോലവും കണ്ടിട്ട് ഉടനെ മടങ്ങാനാണ് സാധ്യത. കക്കാനും മുക്കാനും വാച്ച് നോക്കാറില്ലെങ്കിലും തടി തപ്പാൻ ഞങ്ങൾ വാച്ച് നോക്കാറുണ്ട്. ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുന്നത് മൈക്ക് ഓഫ് ആക്കിയുമായിരിക്കും. സമയം കഴിഞ്ഞു എന്ന് കടുക് വിറക്കുന്ന സമയം കൊണ്ട് മറുപടി പറയാമായിരുന്നല്ലോ എന്നാവും നിങ്ങൾ ചിന്തിക്കുക. ഇല്ല, പറയില്ല. മറുപടി ഇല്ലാത്ത ചോദ്യങ്ങൾക്കും സിലബസിൽ ഇല്ലാത്ത ചോദ്യങ്ങൾക്കും ഞങ്ങൾ ഉത്തരം പറയാറില്ല. പ്രത്യേകിച്ച് 10 മണിക്ക് ശേഷം. മരപ്പട്ടിക്ക് മുള്ളി നാറ്റിക്കാൻ ഉടുപ്പിസ്തിരിയിട്ട് വെക്കേണ്ട സമയമാണിത്. മറുപടി പറയാൻ ബാധ്യതയുള്ള ചോദ്യത്തിൽ നിന്ന് തെന്നിമാറി ജനങ്ങളെ പിന്നാമ്പുറം കാട്ടി നോക്കുകുത്തികളാക്കുന്ന ഈ മുഖ്യാഭ്യാസത്തിന് സേവകവൃന്ദം ഇട്ടിരിക്കുന്ന പേര് കൊടുങ്കാറ്റിൽ പറക്കുന്ന കഴുകൻ. വായി വെച്ച ആഹാരം ചവച്ചിറക്കാൻ പോലും അറിയാത്ത ഒരു നിഷ്കളങ്കൻ കൂടി ഹാജരുണ്ട് കേട്ടോ. Let us see what it is. We don't know anything. Okay. Nothing has been served to us. എല്ലാം അറിയാം എന്നിട്ട് ചോദിക്കണോ? ചോദ്യം കേട്ടില്ലേ? ഒന്നും അറിയാത്ത പോലെ ദാ പോയി. ഒരു വക അറിഞ്ഞൂടാ. ഒന്നും കണ്ടതുമില്ല കേട്ടതുമില്ല. കേരളം എന്ന വാക്കുപോലും പരിചയമില്ല. യെച്ചൂരി അങ്കിളിൻ്റെ പാർട്ടി ഓഫീസിന് വാടക കൊടുക്കുന്ന കനൽത്തരിയെപ്പറ്റി മാത്രം ഒന്നും ചോദിക്കരുതേ. മറ്റേതെങ്കിലും നാട്ടിലെ അഴിമതിയെപ്പറ്റി ചോദിക്കൂ പ്ലീസ്. അല്ലെങ്കിൽ വേണ്ട. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന അടിമകുമാരൻ ഇവിടെ ഉണ്ട്, അങ്ങോട്ട് ചോദിക്കൂ. സാമ്രാജ്യത്വം എന്ന പാമ്പ് കാലങ്ങളായി നമ്മുടെ ഇന്ത്യയെ കൊത്തിക്കൊണ്ടിരിക്കുകയല്ലേ സഖാവേ? 1.5 മണിക്കൂർ ഒരേ കാര്യം ആവർത്തിച്ച് വെറുപ്പിച്ചാലും വെളുപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന അടിമകുമാരാ, എന്തൊക്കെയാണ് ഈ കേൾക്കുന്നത്? ഈ വ്യാജ അക്കൗണ്ടുകളൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നത് സത്യമാണോ? ഉണ്ടോ നിങ്ങൾക്ക്? ഇപ്പോൾ ED എന്താണ് കണ്ടെത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ ED ഏത് വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു അക്കൗണ്ട് ഉണ്ട് എന്ന് ഇന്ന് രാവിലെ മുതൽ പത്രവാർത്തകൾ വരുന്നത് എന്നത് വ്യക്തമല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം CPI-ന്റെ അക്കൗണ്ടുകളെല്ലാം പാൻ കാർഡുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഈ അടിമകുമാരൻ ഉൾപ്പെടെ നുണകലയിൽ ട്രെയിനിങ് നൽകുന്ന ആ പരിശീലകൻ ആരാണെന്ന് ആദ്യം കണ്ടെത്തണം. സഹകരണ ബാങ്കിൽ പാൻ കാർഡ് ബന്ധിപ്പിച്ചിരിക്കുന്നു എന്നൊക്കെ നിവർന്നിരുന്നാണ് പറയുന്നത്. സഖാക്കളുടെ പേഴ്സുമായി ലിങ്ക് ചെയ്തിട്ടുണ്ടെന്നായിരിക്കും ഉദ്ദേശം അല്ലേ? അങ്ങും ഇങ്ങും തൊടാതിരുന്ന് മെഴുകിയിട്ടൊന്നും ഇനി ഒരു കാര്യവുമില്ല. स्कैम के दोषियों को, जनता को लूटने वालों को कभी भी छोड़ा नहीं जाएगा. അപ്പോൾ എല്ലാവർക്കും ഗുഡ് ലക്ക്.